മ്യൂണിക് സിറ്റിയുടെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ബിയർ ഹോൾസ് ആണ്. ബിയർ ഹോൾസിനെ കുറിച്ച് നമ്മൾ മുമ്പൊരു ചാപ്റ്ററിൽ പറഞ്ഞിരുന്നതാണ്. വലിയ ഹാളുകൾ, അവിടെ എന്തെങ്കിലുമൊക്കെ ഈവൻറ്റ്സ് നടക്കും, വരുന്ന ആൾക്കാർക്ക് ബിയറും സ്നാക്സും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കാണാം. മ്യൂണിക്കിലെ രീതി ഇത്തിരി മാറ്റമുണ്ട്. അവിടെ ഫംഗ്ഷനൊന്നും വേണമെന്നില്ല, ആൾക്കാർ ചുമ്മാ ചെല്ലും, ബിയറടിക്കും, പിന്നെ തല്ലെന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് അല്ല, ആളെ കൊല്ലാനുള്ള തല്ലലൊന്നുമല്ല, ഒരു തമാശ രീതിയിൽ നമ്മുടെ ഓണത്തല്ലൊക്കെ പോലെ ബിയർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്നവർക്ക് എന്താ നോക്കണേ, അവനും ചാലഞ്ച് ഏറ്റെടുത്താൽ പിന്നെ അടി. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ഒന്ന് രണ്ട് തവണ ഈ അർണോൾഡ് പോയിട്ടുണ്ട്. അപ്പോൾ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു കുട്ടികളുടെ മുഖമാണല്ലോ, പ്രായം എത്രയിലായുള്ളൂ, 18 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, 19 വയസ്സ് ആയിട്ടില്ല. ആ സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ കാണുമ്പോൾ പലരും പറയും, എന്താ നിനക്കെന്താ അവിടെ കാര്യം. അതിന് അദ്ദേഹം രസകരമായ രീതിയിൽ റിയാക്ട് ചെയ്തിരുന്നു. ആദ്യം അദ്ദേഹം ചെയ്യുന്നത് ഷർട്ട് അഴിച്ച് ഇദ്ദേഹത്തിൻ്റെ ബോഡി കാണുന്നതോടെ ചോദിച്ചവൻ്റെ ഗ്യാസ് പകുതി പോകും. ആ സമയത്ത് ഇദ്ദേഹം ഒരടി കഴിഞ്ഞു, അവനവിടെ വീഴും. കാരണം അമ്മാതിരി ശരീരശക്തിയുള്ള ഒരാളാണല്ലോ, പ്രായം കുറവാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റവിടെ നല്ല അപ്പുറത്ത് നല്ല മീശയൊക്കെ പിരിച്ച് നിൽക്കുന്ന ആൾക്കാരാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ഒരടി കൊണ്ട അവർ വീഴും. അങ്ങനെ ഒരു 2-3 തവണ. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഈ തമാശയും കൊണ്ട് നടന്നാലൊന്നും നമ്മുടെ ലക്ഷ്യം നടക്കില്ല. മാത്രമല്ല അതിനിടയിൽ ഒരു ചെറിയ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ഒരു സംഭവം ഉണ്ടായി. കേസായില്ലെങ്കിലും പോലീസ് സ്റ്റേഷനിലൊന്ന് കയറേണ്ടി വന്നു. ഇതുപോലെ ഒരാളെ വെല്ലുവിളിച്ചു, അദ്ദേഹം പതിപോലെ ഷർട്ട് വിറ്റി ഒന്ന് പേടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഒന്ന് കൊടുത്തത് നെഞ്ച് ഭാഗത്തിനേക്കാണ് അടിച്ചത്. പക്ഷേ അത് അയാളൊന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ആ അടി കിട്ടിയത് കറക്റ്റ് മുഖത്തിനാണ്. അയാളുടെ പല്ലൊക്കെ പോയി. പല്ല് പോയപ്പോൾ അയാൾ പറഞ്ഞു കോമ്പൻസേഷൻ വേണം, പല്ല് വയ്ക്കാൻ പൈസ കൊടുക്കണം. അർണോൾഡ് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വന്ന് വലിയല്ലോ, നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വെല്ലുവിളിച്ചല്ലേ, എന്നെ ചാലഞ്ച് ചെയ്താൽ അടി വാങ്ങിച്ചല്ലേ, അതിന് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ലാസ്റ്റ് വലിയ വെള്ളമായി. പോലീസ് വന്നു, രണ്ടാമത്തെ സ്റ്റേഷനിൽ കൊണ്ടുപോയി, കൂടെ അവിടെയുള്ള ആൾക്കാരെ കൊണ്ടുപോയി. എല്ലായിടത്തും പോലീസ് കാര്യങ്ങൾ ചോദിച്ചു. എല്ലാവരും അർണോൾഡിൻ്റെ ഭാഗത്തായിരുന്നു. സംഭവം അന്യനാട്ടുകാരനാണ്, മറ്റവരൊക്കെ എന്നും കാണുന്നവരാണ്. എന്നാലും എല്ലാവരും പറഞ്ഞു ആ പയ്യന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ആ പയ്യൻ മര്യാദയ്ക്ക് അയാൾ വന്നപ്പോൾ അവൻ്റെ മെക്കിട്ട് കയറാൻ പോയി, അവൻ അടിച്ചു. പോലീസ് പറഞ്ഞു പൊയ്ക്കോ, നിനക്ക് പൈസയില്ല, ഒന്നുമില്ല. അർണോൾഡിൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു മിഷനുമായിട്ട് നടക്കുന്ന ആളാണ്, നിങ്ങൾ ഇങ്ങനെയുള്ള പണിക്കാൻ നിൽക്കരുത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ആ ജിംനേഷ്യവും പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടും പോവുക.